പക്ഷെ ഒരുപാട് ആയത്തുകളും ഒരുപാട് ഹദീസുകളും ഒരുപാട് സംഭവങ്ങളും ഒന്നിച്ച് യതീമിനെയും ഇതുപോലുള്ള മിസ്കീനെ സഹായിക്കണമെന്ന് അള്ളാഹും റസൂലും പഠിപ്പിച്ച് തന്നതിൻ്റെ ശേഷമാണ് നമ്മളെ മുന്നിലേക്ക് വരേണ്ടി വിട്ടതെന്നുള്ളതാണ്. ഒരു യതീം കുടുംബത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങോട്ട് കയറി ബിസ്മിൻ്റെ മുന്നിൽ യതീം കുട്ടിയും ഒരു വിധവയും പടി കയറി വരുമ്പോൾ ഒരുപാട് ആയത്തുകൾ ഇതിൻ്റെ മുന്നിലുള്ള നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടാണ് ആ ആളെ ഇങ്ങോട്ട് കടത്തി വിട്ട പഠിച്ചത്. ഭർത്താവ് മരിച്ചിട്ട് 4 മാസം ആയിട്ടുള്ള കുട്ടിക്ക് ഒക്കത്ത് 4 മാസം 10 ദിവസമായി പെണ്ണ് ഇത കഴിഞ്ഞിട്ട് വരുമ്പോൾ ചെറിയ കുട്ടിയെ തോളിട്ട് വരുമ്പോൾ ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇതുപോലെയാണ്. നിങ്ങൾ ഇരുവിരലുകളും ചൂണ്ടിക്കാണിച്ചു. വേറൊക്കെ വിശ്വാസം പറഞ്ഞു, നിങ്ങൾ യതീമിനെ കരയിപ്പിക്കരുത്, നിങ്ങൾ അനാഥയുടെ കരച്ചിലിനെ ഭയപ്പെടുക. യതീം കുട്ടിൻ്റെ കരച്ചിലിനെ പേടിച്ചോളിയെന്ന്. AK-47 അപകടക്കാരും ഈ യതീമിനെ അടിച്ചിട്ട് കണ്ണീര്. മറ്റൊരു വിശ്വാസം, ആരെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് യതീമിനെ തലോടിയാൽ അയാളുടെ കൈ സ്പർശിച്ച ഓരോ മുടിയുടെയും കണക്കനുസരിച്ച് പ്രതിഫലം കിട്ടും. മറ്റൊരു വിശ്വാസം പറഞ്ഞു, വിധവകൾക്കും അഗതികൾക്കും വേണ്ടി അധ്വാന പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടവർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സമരം ചെയ്യുന്നതിനെ പോലെയും രാത്രി നമസ്കരിക്കുകയും പകൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നതിനെ പോലെയാണ് ബുഖാരി. ശരിക്കും പറഞ്ഞാൽ നബിതങ്ങൾ ബാപ്പില്ലാത്ത കുട്ടിൻ്റെ ബാപ്പേനെയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതാണല്ലോ, ബാപ്പില്ലാത്തൊരു കുട്ടിൻ്റെ ബാപ്പേനെ നബിതങ്ങൾ. അതിലതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ സാഹിബികൾ വായിച്ചപ്പോൾ കണ്ടു, ജാഫറുല്ലാഹു ഷഹീദായപ്പോൾ റസൂലുള്ളാഹി അവിടെ വീട്ടിൽ ചെന്ന് കുട്ടികളെ മടി കുത്തിരിപ്പിച്ച് നോക്കിയിരുന്നു. ആ കുട്ടീനെ മുടി വെട്ടാൻ ആളെ വിളിച്ചെടുത്ത് മുടി വെട്ടി കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. പിന്നെ ഈ ഹദീസ് എല്ലാവർക്കും അറിയാം. വിശ്വാസം പറഞ്ഞു, ഒരാൾ ഈ ലോകത്ത് വെച്ച് വിശ്വാസിയുടെ പ്രയാസം അകറ്റിയാൽ അന്ത്യനാളിൽ അവൻ്റെ പ്രയാസം അല്ലാഹു അകറ്റുന്നതാണ്. ബുദ്ധിമുട്ട് കൊണ്ട് വലഞ്ഞ ഒരാൾക്ക് ആരെങ്കിലും ആശ്വാസം നൽകിയാൽ ഇരു ലോകത്തും അല്ലാഹു അയാൾക്ക് എളുപ്പം പ്രദാനം ചെയ്യും. തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം അല്ലാഹു തൻ്റെ അടിമയും സഹായിച്ചു കൊണ്ടിരിക്കും. മറ്റൊരു വിശ്വാസം പറഞ്ഞു, ഒരാളുടെ പ്രയാസത്തെ നീ ലഘൂകരിക്കുകയോ പരിഹരിക്കുകയോ ചെയ്താൽ അവന് അള്ളാഹുവിൻ്റെ തണലല്ലാതെ വേറെ തണലൊന്നും ലഭിക്കാത്ത ദിവസം അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്നതാണ്. തിരുമതി. അപ്പോൾ എത്രയും പറയേണ്ട കാരണം എന്താ വെച്ചാൽ, ഈ നമ്മളവിടെ വരുന്നൊരു ഓർഫൻ ഫാമിലി ഒരു കുട്ടി കഴിഞ്ഞ ആഴ്ച എൻ്റെ മുമ്പത്തെ ആഴ്ച അമിതമാഷ എടുത്തൊരു എഴുതി കൊടുത്തു. അപ്പോൾ അത് ഇതിൻ്റെ അടുത്ത് ഗുണം കാണിച്ചു തന്നു. അപ്പോഴുള്ള ആളുകൾക്കൊക്കെ കാണിച്ചു കൊടുത്ത്. അതുകൊണ്ട് നമ്മുടെ ആ കുട്ടി എഴുതി തന്ന ചില സംഗതി ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ചിത്രം എന്താ മനസ്സിലാണ്? ജീവിതം വെളിച്ചത്തിലേക്ക് ഉള്ള യാത്രയിൽ. ഇത് ഒരു പെണ്ണിങ്ങനെ കരയാന്നുള്ളത് മാത്രമേ മനസ്സിലാവുള്ളൂ. രണ്ടാമത്തത് ഇപ്പം എന്താ മനസ്സിലാണ്? ഭർത്താവിൻ്റെ മയ്യത്ത് കൊണ്ടുപോകണം. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഈ വിധവ കണ്ണീരോടുകൂടി നിൽക്കുകയാണ്. അവിടെ പിന്നെ ഒരു മൂത്ത പെൺകുട്ടി അവിടെയുള്ള ആ ചെറിയ ഒക്കെ തട്ടുന്നത്. അന്ന് ആ ജലന സമയത്ത് വളരെ ചുരുക്കൾ എമ്പിച്ച കുട്ടിയാണ് അതിനെ. ആ കുട്ടീനെയും പിടിച്ചിട്ട് ആ ഏട്ടത്തി ഇങ്ങനെ പിടിച്ചു കൂടിയ ഉമ്മ ഇങ്ങനെ കണ്ണിന്ന് വെള്ളടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ചിത്രം. രണ്ടാമത്തെ ചിത്രം എന്താണെന്ന് വെച്ചാൽ ആ ഏട്ടക്കനുസരിച്ചാണ്. സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ ആളുകൾ നല്ല ബുക്കും ബാഗും കൂടിയൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് പോണ ചിത്രമാണ്. എല്ലാവരുടെ കയ്യിലുണ്ട്. പീടിയെന്ന് വാങ്ങി വരുമ്പോൾ തുണിസാമാനം വാങ്ങി വരുന്ന ബലൂണുണ്ട്. അതായത് പീടിയെന്ന് വരുമ്പോൾ ഒരു ബലൂൺ കിട്ടുമല്ലോ, ആ ബലൂണടക്കം അതിങ്ങനെ കണ്ണിന്ന് വെള്ളമൊഴിച്ചിട്ടില്ലാത്ത ഒളിഞ്ഞു വിടാനായ ഒരു വീട്ടിൽ തേക്കാത്ത അടി കോൺക്രീറ്റ് ചെയ്യാത്ത ഒരു വീട്ടിലിരുന്നാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ നല്ല സൗകര്യമുള്ളൊരു കുട്ടി നല്ല വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. നല്ല ആർഭാട വസ്ത്രം ധരിച്ച് ആ കുട്ടി ഇങ്ങനെ ആ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ പണി തീരാത്തൊരു വീട്ടിൻ്റെ മുന്നിൽ ഈ പെൺകുട്ടി ഇങ്ങനെ കഴിഞ്ഞകാല ഓർമ്മ ആ കുട്ടിയൊക്കെ ചിത്രമാണ്. പിന്നത്തെ ചിത്രം നല്ല സൗകര്യമുള്ളൊരു കുട്ടി, നല്ല കുട, നല്ല ഡ്രസ്സ്, കുട കൂടി പോകുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൽ സാദിയിലൊരു ഉറയിൽ മഴത്തുള്ളി കൊണ്ട് ആ കുട്ടി ഇങ്ങനെ ഈ രംഗം നോക്കിക്കാണാം. ആ സമയത്താണ് ഈ ഉമ്മ കണ്ണീര് കുതിർന്നാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. ഈ കുട്ടി നല്ല കഴിവുള്ള കുട്ടി കോടയും ബാഗൊക്കെ ഇട്ട് നല്ല അടിപൊളി വസ്ത്രമിട്ട് യൂണിഫോം ഇട്ട് പോകുമ്പോൾ മഴത്തുള്ളി ഇങ്ങനെ വീഴുകയാണ്. ഈ ഓറയും പിടിച്ചിട്ട് കുടയില്ലാതെ ബാഗില്ലാതെ പോകുമ്പോൾ ഇമ്മാൻ്റെ നെഞ്ഞുരുക്കാണ്. അത് കഴിഞ്ഞ് ഏതോ 2 ആൾക്കാർ വന്നിട്ട് ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കണം. ആ വന്ന ആളുകൾ ആ കുട്ടികളെയും പിടിച്ചിട്ട് സാധനം വാങ്ങാൻ പീടിയേക്ക് പോവാണ്. ഒരു വന്നിട്ട് ആ കുട്ടിക്ക് തുണിസാമാനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതോടൊപ്പം കുടയും ബാഗും
ആ കുടുംബത്തിന് കൊണ്ടുപോയി കൊടുക്കണം. അവർ ഖുർആൻ ഓതി ദിക്റിൽ ഇങ്ങനെ ഒരു ദ്വാരക്കാണ്. സഹോദരന്മാർ, എത്ര ആയത്തുകളാണ് ഈ യത്തീംകുട്ടിയെ പറയുമ്പോൾ. ഒരു യത്തീംകുട്ടി അനുഭവിക്കുന്ന വേദന അക്ഷരാർത്ഥത്തിലുണ്ടായ സംഭവം. ഞാനത് കണ്ട് മാഷോട് ചോദിച്ച് കട്ടനേറ്. പിറ്റേന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടി അവിടെ ചെന്ന് എല്ലാം കൂടെ ചിന്ത മാഷെടുത്ത് എഴുതി കൊടുത്തിന്ന് ചോദിച്ചു. എൻ്റെ ജീവിതമാണ്, എനിക്കെങ്ങനെ സാധിച്ചു ഇങ്ങനെ വരക്കാൻ? എനിക്കാരും പറഞ്ഞെന്നു ചോദിച്ചു. നമ്മൾ കഴിഞ്ഞ കാല ജീവിതമാണല്ലോ. എൻ്റെ മക്കളിൻ്റെ അടുത്ത് വന്ന് നിൽക്കണ മാതിരി പെണ്ണുങ്ങളപ്പുറത്ത് ഇരിക്കുമ്പോഴോളം എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേക്കാട്ടിലും വിശദീകരിച്ചിട്ട് പറഞ്ഞുതരാം. സഹോദരന്മാർ, നമ്മൾ ആലോചിക്കണം, ഇവിടെ വരുന്ന ഒരു യത്തീംകുട്ടീൻ്റെ വേദന എന്താണ്? ഇവിടെ കയറി വരുമ്പോൾ ഒരു വിധവ ഒരു കുട്ടീനെ ഒക്കെ തിരിച്ചു വരും. എന്തെല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരമായിരിക്കും ഒരു. എന്തൊക്കെ സംഭവം വെച്ചാൽ അവിടെ കാണുന്നത് വെച്ചാൽ ഭർത്താവിൻ്റെ മയ്യത്ത് കണ്ണീരോടെ കൊണ്ടുപോകണ ഒരു നോക്കിക്കണ ഒരു ഭാര്യയാണ്. രണ്ടാമത് കാണുന്നത് പിതാവിൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് നോക്കി കാണുന്ന രംഗമാണ്. മൂന്നാമത് ഒട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടീനെ അങ്ങോട്ട് പിടിച്ചോട്ടിക്കണം. എന്തെല്ലാം സംഗതിയായിരിക്കും ആ നോട്ടത്തിന് പിന്നിലുണ്ടാകുക. ഏകദേശം 100-300-ലധികം വിധവകളോട് സംസാരിച്ച ആളാണ് ഞാൻ. ഇവിടെ വരുന്ന ഓരോ വിധവകൾ വീട്ടിൽ പോയിട്ടും ഓരോരോ യത്തീംകുട്ടിനെ കണ്ട് സംസാരിച്ച് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പം പറയുന്ന പറച്ചിലുകൾ, ഓരോ വേദനകൾ. പക്ഷെ ഇത്രത്തോളം ആവാഹിച്ചിട്ടുണ്ട് മനസ്സിൽ നിന്നുള്ള വിവരവും എന്തേക്കാര ചിന്ത. കല്യാണം കഴിഞ്ഞ് കയറി വന്നത് മുതൽ സർവ്വതും പറഞ്ഞ് തുണയനി ആ പോണത്. അതാണ് ആ കണ്ണീര് പറഞ്ഞ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വേർപാടിലൊക്കെ നോക്കിക്കാണ് ഭർത്താവിൻ്റെ. എന്തൊക്കെയാ ആ ചോദ്യം? ഇന്നലെ വരെ ഒരു മനുഷ്യനോടും ഒരാവശ്യം ഇന്ന് വരെ പറഞ്ഞിട്ട് വന്നിട്ടില്ല. ആ മനുഷ്യൻ്റെ ആ മയ്യത്താണ്ട് കൊണ്ടുപോകുമ്പോൾ ആലോചിക്കണമെന്ന് വെച്ചാൽ ഇന്നലെ വരെ ഒരു മനുഷ്യനോട് ഇന്നലെ വരെ ഒന്നും പറയാതെ സർവ്വതും പറഞ്ഞ തുണയായ ആളെ മയ്യത്താണ്ട് കൊണ്ടുപോകുമ്പോൾ ആ നോക്കി നിൽക്കണ രംഗ ആ കുട്ടിയാണ്ട് ആ കുട്ടീൻ്റെ അമ്മ കണ്ണീര് കൊന്ന് നോക്കണതാണ്ട് വർണ്ണിക്കണം. ഒരു മനുഷ്യനോടൊരാവശ്യം നേരെ പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ അവരുടെ മുന്നിലുള്ളത് അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം അത് വലിയ പ്രശ്നം തന്നെയാണ്. കുട്ടികളെ പഠനകാര്യം അത് ശരിക്കും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടീൻ്റെ പഠനകാര്യത്തിൻ്റെ രംഗം തന്നെ കുടയില്ലാതെ മഴത്ത് പോണ രംഗം, കുട പിടിച്ച് മറ്റൊരു വരുന്ന രംഗം, ഒരു ബാഗ് പിടിച്ച് ആ മറ്റുള്ളവർ വരുന്ന രംഗം, ഒരു ഉറ പിടിച്ചിട്ട് പഴയ തുണിശാപ്പിൽ ഉറയും പിടിച്ചൊരു കുട്ടി പോണ രംഗം. എത്ര വിദഗ്ധമായിട്ട് വല്ല എഴുത്തുകാരും എന്തൊക്കെ വരക്കുന്ന ആളുകൾ ചെയ്തതുപോലെയാണ് ആ കുട്ടി ചെയ്തത്. ബാഗ് ഇല്ലാത്തതിന് പകരം ഉറയിൽ കൊണ്ടുപോകുന്ന രംഗം, അപ്പുറത്തെ കുട്ടി ബാഗും കൊടയും ചൂടി വരുന്ന രംഗങ്ങൾ. ഇങ്ങനെയുള്ള ഒരുപാട് രംഗങ്ങളാണ് ആ ഒരു പേജിൽ കൂടെ ആ കുട്ടി കണ്ട്. മറ്റൊന്ന് ചികിത്സൻ്റെ കാര്യം. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഓരോ വീട്ടിൽ. ഭർത്താവിന് മരിച്ചോട് കൂടിയിട്ട് ആ ചികിത്സൻ്റെ കാര്യം. ഇവിടെ എത്ര കുട്ടികൾ വന്നിട്ടാണ് ചികിത്സയ്ക്ക് ഗതിയില്ലാതെ ഇവിടെ വരല്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന സ്കോളർഷിപ്പിന് പുറമെ ഇവിടുന്ന് എത്തി താഴെ കൊടുത്തയച്ചിക്കുകയാണെങ്കിൽ ഏതെങ്കിലും പൈസ എടുത്ത് കൊടുത്തിട്ട് കുറേ കുട്ടികളെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ എത്ര റുപ്യ നമ്മൾ ചിലവാക്കലുണ്ട്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ആലോചിക്കും ബാപ്പുണ്ടെങ്കിൽ കല്യാണം, ആ ഒരു കല്യാണ കാര്യം നടക്കും. ആരോട് പറയും ഒരു പ്രായപൂർത്തിയായ കുട്ടീൻ്റെ കല്യാണം? പിന്നെ നോമ്പും പെരുന്നാളുള്ള നല്ല ആഘോഷ ദിവസങ്ങൾ, നോമ്പ് വരാൻ പോകുന്നുണ്ട്, പെരുന്നാൾ വരാൻ പോകുന്നുണ്ട്. പിന്നെ വീടിൻ്റെ കാര്യം, പണി പൂർത്തിയാത്തൊരു വീട്, അടിയിലൊന്നും ഇടാത്ത തേക്കാത്ത പണി പൂർത്തിയാത്തൊരു വീടേനി ആ അവസ്ഥ. പിന്നെ ഇതിലെല്ലാം ഒരു സുരക്ഷിതത്തിൻ്റെ അവസ്ഥ. ഭർത്താവ് ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു സുരക്ഷിതത്വമില്ലായ്മ, ഇന്നലെ വരെ സമാധാനമായി ഇന്ത്യനെ ആ സുരക്ഷിതത്വം നഷ്ടപ്പെടുകയാണ്. പിന്നെ ഒറ്റപ്പെടേണ്ട വേദനകൾ ഒരു ഭാഗത്ത് എമ്പാടുണ്ടാവും. എന്നാൽ ആ മക്കളെടുത്ത് പോയി ഒന്ന് ആശ്വസിപ്പിക്കുക അവർക്ക് കിട്ടുന്ന നിർവൃതി. എൻ്റെ അടുത്ത പേജിൽ കാണുന്നത് അവരൊന്ന് ആശ്വസിപ്പിച്ചപ്പോൾ അവർക്ക് കിട്ടിയ സമാധാനം. മക്കളെയും കൈപിടിച്ച് തുണിശാപ്പൊക്കെ കൂട്ടിക്കൊണ്ടായപ്പോൾ ആ അമ്മാക്കും കുട്ടിയൊക്കെ ഉണ്ടായ മനസ്സമാധാനം. പെരുന്നാൾ വസ്ത്രം കിട്ടുമ്പോഴൊരു സന്തോഷം. ബാഗും കൊടയും വാങ്ങി ഖുർആനോദി വീണ്ടും നിറകണ്ണുകൂടെ ദ്വാർക്കണ ഒരു രംഗം. യഥാർത്ഥത്തിൽ എന്താ പറ്റി നമ്മൾ എങ്ങനെ പറ്റി വ്യാഖ്യാനിക്കുക? എനിക്കിതൊന്നും മനസ്സിലാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ ഇന്നലെ ഇന്നൊക്കെ എടുത്തു നോക്കി, ഞാൻ ലാമിനേറ്റ് ചെയ്തിന് കൊണ്ടുവന്നു. പിന്നെ ആ കുട്ടിക്ക് മോളെ എന്താ എനിക്ക് വേണ്ടൊരു സമ്മാനം. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവാണ്. ഞങ്ങൾ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഒരു പക്ഷേ ഇതിലൊരു ചവിട്ടുപടി നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ നിങ്ങളൊപ്പം നിങ്ങളെ മനസ്സിനൊപ്പം ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല. മോളെ എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പലതും ചോദിച്ചു. പിന്നെ ഒന്നും പറയില്ല, എനിക്ക് ടൈലറിംഗ് മെഷീൻ വാങ്ങിച്ചു തന്നാൽ അതെനിക്കൊരു ഉപകാരമാകുമല്ലോ എന്ന്. കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് നല്ലൊരു പുതിയ ടൈലറിംഗ് മെഷീൻ വാങ്ങി ഇവിടുന്ന് ആ കുട്ടിക്ക് കൊടുത്തും ചെയ്തു.
ഇതുപോലുള്ള കണ്ണീര് കുതിർന്ന ഒരുപാട് കഥ ഇതിവിടെ വരുമ്പോൾ നല്ല പർദ്ദയൊക്കെ ഇട്ട് നല്ല ഉഷാറിലിട്ട് കയറി വരുമ്പോൾ നമ്മളൊക്കെ കുടിക്കാരെക്കാട്ടിലും നല്ല ചോർക്ക് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ദമ്മിൽ ഇറങ്ങി പോകുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കാൻ വെച്ചാൽ ഓർക്ക് നല്ല കുശിയാണ്, ഓർക്ക് നല്ല സുഖമാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ഫാമിലിയിൽ ഇടുന്നതിനെക്കാട്ടും നല്ല വസ്ത്രവും ചിലപ്പോൾ നല്ല ഉഷാറിൽ നടന്നു പോകുന്നുണ്ടാവും. അതോടെ നമ്മളെന്താ വിചാരിക്കുക വെച്ചാൽ അവർക്കൊക്കെ സുഖമാണ്. പക്ഷേ ഈ സുഖം പിന്നെ ഓരോട് അടുത്താലറിയാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളെ ക്യാമ്പിൻ്റെ അന്ന് ഞാൻ ഒരുപാട് വീടുകളിൽ കാവൻ്റെ സത്തറവേ ഞാനും കൂടി ഒന്ന് പോയി നോക്കി. ഓരോ വീട്ടിൽ പോകുമ്പോണ്ടാണ് അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടികളും ആ കുടുംബവും ഈ കണ്ണീരിൻ്റെ ഒരു കുടം കണ്ണീരിൽ പൊട്ടി ഇങ്ങോട്ട് കരയാണ്. കുട്ടികളെ ബാപ്പ മരിച്ചതിൻ്റെ ശേഷം അനുഭവിച്ച വേദനകൾ ഇങ്ങനെ നിന്ന് വിറച്ച് വാതുകെട്ടിനും പിടിച്ച് നിന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞ രംഗങ്ങൾ. കുട്ടികളെ ബാപ്പ മരിച്ചതിൻ്റെ ശേഷം ഞാനും എൻ്റെ മക്കളും കഴിഞ്ഞുകൊണ്ട അവസ്ഥ, 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലമല്ല, ഉരുകിത്തീരുന്ന അവസ്ഥകൾ. ഈ കുട്ടികൾ സ്കൂൾക്ക് പോകുന്ന സമയത്ത് ഒരു ബാഗ് വേണം, കുട വേണം എന്ന് പറയുമ്പോൾ കിട്ടാത്ത അവസ്ഥകൾ. ഒരു നേരം വൈകുന്നേരം ഒരു മീൻ വാങ്ങാൻ നിവൃത്തില്ലാതെ ചില്ലാൻ അവിടെ നിന്ന് വാങ്ങിക്കുമെന്ന് പറയും ആരെങ്കിലും, എന്നാൽ വേറെ കിട്ടുന്നത് മുടക്കും ചെയ്യും. അങ്ങനെ ഒരു മീൻ വാങ്ങാൻ പോരാടില്ലാത്ത കരയുന്ന രംഗങ്ങൾ. ഒരു കാറ് കയറാൻ പുതിയൊരു കുട്ടി ചെന്ന ഉടനെ ചോദിക്കും നിങ്ങളെ കാറിലൊന്ന് കയറാൻ പറ്റുമെന്നോ. 1.5 വയസ്സായ കുട്ടി സത്തർബൈ ആ കുട്ടിയും കൂട്ടിയാണ്ട് 2 കുട്ടികളെ ഒക്കെ എത്തിയിട്ട് നേരെ കാറ് കയറ്റി കാറ് ഓട്ടുമ്പോൾ കൂട്ടുപോയി. കാറ് കയറാൻ പുതിയുള്ള കുട്ടികൾ എന്തെങ്കിലും കയ്യിൽ